സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ചടയമംഗലത്ത് നടന്നു. ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്രഹ്മശ്രീ ദയാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ആർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി വിജയൻ സേവാസന്ദേശം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സേവാപ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നടത്തി. സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി സെക്രട്ടറി ആർ എസ് ജയലാൽ, വാർഡ് മെമ്പർ ഡി രഞ്ജിത്ത്, സേവാഭാരതി കൊല്ലം ജില്ലാ രക്ഷാധികാരി ഡോക്ടർ പി മോഹനൻ നായർ, സേവാഭാരതി കൊല്ലം ജില്ലാ സമിതി അംഗം എസ് അനിൽകുമാർ, സേവാഭാരതി ചടയമംഗലം രക്ഷാധികാരി അനിൽകുമാർ, മുതിർന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ കെ ശിവദാസൻ, മാടന്നട വാർഡ് മെമ്പർ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഏത് ആവശ്യഘട്ടങ്ങളിലും സേവാഭാരതിയുടെ സേവനങ്ങൾ ചടയമംഗലത്തെ ആശ്രയ കേന്ദ്രത്തിൽ നിന്നും ഇനി ദിവസങ്ങളിൽ ലഭ്യമാക്കുമെന്നും പ്രതിനിധികൾ അറിയിച്ചു. സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതിയുടെ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ചടയമംഗലത്ത് നടന്നു. ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്രഹ്മശ്രീ ദയാനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ആർ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി വിജയൻ സേവാസന്ദേശം നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സേവാപ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നടത്തി. സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് സമിതി സെക്രട്ടറി ആർ എസ് ജയലാൽ, വാർഡ് മെമ്പർ ഡി രഞ്ജിത്ത്, സേവാഭാരതി കൊല്ലം ജില്ലാ രക്ഷാധികാരി ഡോക്ടർ പി മോഹനൻ നായർ, സേവാഭാരതി കൊല്ലം ജില്ലാ സമിതി അംഗം എസ് അനിൽകുമാർ, സേവാഭാരതി ചടയമംഗലം രക്ഷാധികാരി അനിൽകുമാർ, മുതിർന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകൻ കെ ശിവദാസൻ, മാടന്നട വാർഡ് മെമ്പർ സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഏത് ആവശ്യഘട്ടങ്ങളിലും സേവാഭാരതിയുടെ സേവനങ്ങൾ ചടയമംഗലത്തെ ആശ്രയ കേന്ദ്രത്തിൽ നിന്നും ഇനി ദിവസങ്ങളിൽ ലഭ്യമാക്കുമെന്നും പ്രതിനിധികൾ അറിയിച്ചു. കിഴക്ക് ഫോണിച്ച് കിടക്കും.
ദേശീയ സേവാഭാരതിയുടെ കൊല്ലം ജില്ലാ രക്ഷാധികാരി ശ്രീ ഡോക്ടർ പി മോഹൻ നായർ, ശ്രീ ജി അനിൽകുമാർ, ശ്രീ കെ സുദർശൻ, ശ്രീ എസ് അനിൽകുമാർ, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീമതി എസ് സിന്ധു, ശ്രീ പ്രദീപ് പണയിൽ, ശ്രീ ആർ എസ് ജയലാൽ ഇവരെ ബഹുമാനപൂർവ്വം പുരസ്കാരം അങ്ങോട്ട് ക്ഷണിച്ചുകൊള്ളു. എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായി ഞങ്ങൾ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായി ഞങ്ങൾ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ഈ വിശ്വവേദിയിൽ നിന്റെ അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ജഗദീശ്വരന്റെ മുൻപിൽ തൊഴുകൈയുമായി ഞങ്ങൾ. ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനായി തെളിയൂ. ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനായി തെളിയൂ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വരാ നീ വരമേകനേ. തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ അഖിലേശ്വരാ നീ വരമേകനേ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായി ഞങ്ങൾ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായി ഞങ്ങൾ. ഈ വിശ്വവേദിയിൽ നിന്നെ അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ഈ വിശ്വവേദിയിൽ നിന്നെ അനുഗ്രഹ പൂമഴ ചൊരിയണമേ. ജഗദീശ്വരാ നിന്റെ മുൻപിൽ തൊഴുകൈയുമായി ഞങ്ങൾ. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സേവാഭാരതി ചടയമംഗലം പഞ്ചായത്ത് അസംബ്ലിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ എസ് ജയലാലിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. സേവാഭാരതി
ചടയമംഗലം പഞ്ചായത്തിലെ ആശ്രയ കേന്ദ്രമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സേവാഭാരതിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഭാരതത്തിലാകമാനം മാതൃകയായി പ്രതിഫലേച്ഛ ഇല്ലാതെ സദാ കർമ്മ നിരതരായിരിക്കുന്ന ഒരു സന്നദ്ധ സേവാ സംഘടനയാണ് സേവാഭാരതി. നമ്മുടെ പഞ്ചായത്തിലും സേവാഭാരതിയുടെ പ്രവർത്തനം നിത്യസേവ എന്ന നിലയിൽ ആണ് ആശ്രയ കേന്ദ്രം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 5 ആയാൻ വ്യവസ്ഥയിലൂടെയാണ് സേവാഭാരതിയുടെ പ്രവർത്തനം നടക്കുന്നത്. അതിന്റെ തുടർ ഉദ്ഘാടനങ്ങൾ ഓരോ ആയാൻ വിഭാഗത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിശിഷ്ട വ്യക്തിയിലെത്തിയിട്ടുണ്ട്. തുടർന്ന് ഈ പറയുന്ന 5 ആയാൻ പ്രമുഖ ഉദ്ഘാടനം, പ്രവർത്തന ഉദ്ഘാടനം ഇവിടെ നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതില് നമ്മുടെ 2020 മുതലാണ് ചടയമംഗലത്ത് സേവാഭാരതി രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്നോളം ഈ 5 വർഷക്കാലം നിരന്തരം പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് സേവാഭാരതി നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കൊറോണ സമയത്തൊക്കെ നമ്മുടെ പ്രവർത്തകര് നമ്മുടെയൊക്കെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടാവും, സേവന തൽപരരായിട്ട് നിരന്തരം. അപ്പൊ നിത്യസേവ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രവർത്തനം ഇവിടെ ഇന്ന് ആരംഭിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ സമാജത്തിൽ നിരവധി ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു സേവാഭാരതിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് നമുക്ക് ഈ പ്രദേശത്ത് നിന്ന്, നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ നിന്ന് എല്ലാം തന്നെ നമുക്ക് കിട്ടിയത്. അപ്പം പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മളുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാം എന്ന് ശരിക്കും പറഞ്ഞാല് വളരെ നമുക്ക് തന്നെ ആശ്ചര്യമായ രീതിയിലാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. അപ്പൊ സേവാഭാരതിയെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത്. അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് തുടർ പ്രവർത്തനമാണ്, നിരന്തരം നിൽക്കാതെ നടത്തേണ്ട പ്രവർത്തനമാണ്. അതാണ് ഈ നിത്യസേവ ആശ്രയ കേന്ദ്രം എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ സ്വാമിജി നിർവഹിക്കുകയുണ്ടായി. തുടർന്നുള്ള പ്രവർത്തനത്തിൽ ഈ നടക്കുന്ന യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ വേദിയിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ജയകൃഷ്ണൻ സാറാണ്. അദ്ദേഹം സേവാഭാരതിയുടെ ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സാദരമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് സ്വാമിജിയാണ്. ദയാനന്ദ സരസ്വതി സ്വാമികളാണ്. ജ്ഞാനാനന്ദാശ്രമം ചടയമംഗലം. സ്വാമിജിയെ ഞാൻ ഈ വേദിയിലേക്ക് ശാന്തവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സേവാഭാരതിയെ ബന്ധപ്പെട്ട് സേവാ സന്ദേശം നൽകുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ഡി വിജയൻ ചേട്ടനാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ദേശീയ സേവാഭാരതി കേരള സംസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ സേവന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനങ്ങൾ ഈ 5 ആയാൻ വ്യവസ്ഥയനുസരിച്ച് ഇവിടെ നടക്കുന്നതാകും. അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രീ വി ഉണ്ണികൃഷ്ണൻ. സാമാജിക പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംഘചാലകാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് പ്രതീക്ഷിക്കുന്നു.
വിദ്യാഭ്യാസം എന്നുള്ള ആയാൻ പ്രമുഖത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹം ഈ വാർഡിന്റെ മെമ്പറാണ്. എത്തിച്ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടപ്പ് രോഗികളുടെ ഒരു മെഡിസിൻ വിതരണം ഉദ്ഘാടനമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ വി മോഹനൻ നായരാണ്. അദ്ദേഹം ദേശീയ സേവാഭാരതി കൊല്ലം ജില്ലാ രക്ഷാധികാരിയാണ്. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നായേഴ്സ് ഹോസ്പിറ്റൽ കൊല്ലം. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ രക്ഷാധികാരിയാണ് ശ്രീ ജി അനിൽകുമാർ. അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ സേവാഭാരതിയുടെ പഞ്ചായത്ത് സഭയുടെ പേരിലും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സേവാ കേന്ദ്ര പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കെ ശിവദാസൻ ചേട്ടനാണ്. അദ്ദേഹത്തെ ചടയമംഗലത്ത് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യപ്പെട്ടില്ല. ചടയമംഗലത്ത് എല്ലാവർക്കും നിത്യ പരിചിതനും സുപരിചിതനുമായ ശ്രീ ശിവദാസൻ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ അനിൽകുമാറാണ്. അദ്ദേഹം സേവാഭാരതിയുടെ കൊല്ലം ജില്ലാ സമിതി അംഗമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ഈ വേദിയിലെ ആശംസ നടത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം മാടനട വാർഡ് മെമ്പറാണ്. പൂങ്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ശ്രീമതി എസ് സിന്ധു കള്ളിക്കാട് വാർഡ് മെമ്പറാണ്. ഇവിടെ എത്തിച്ചേരാം എന്ന് നമ്മൾക്ക് പറഞ്ഞിട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇതുവരെയുള്ള നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ഇവിടെ നമ്മൾ വന്ന് നിരന്തരം വീടുകൾ സമ്പർക്കം നടത്തുകയും വിളിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നല്ലവരായ എല്ലാവർക്കും നമ്മുടെ പ്രവർത്തനം സ്വമനസ്സുകളിൽ നിന്ന് സ്വമനസ്സുകളിലേക്ക് എന്നുള്ളതാണ്. അതിന്റെ ഒരു മീഡിയേറ്റർ മാത്രമാണ് സേവാഭാരതിയിലെ ഓരോ പ്രവർത്തകരും. അങ്ങനെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും സേവാഭാരതിയുടെ പഞ്ചായത്ത് സമിതിയുടെ പേരിലും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കത്തിയിൽ നിന്നും നന്ദി, നമസ്കാരം. ഒരു ഉപക്രമത്തിലേക്ക് കടക്കുന്നില്ല. ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പൂജനീയ ശ്രീ ദയാനന്ദ സരസ്വതി അവരെ ക്ഷണിച്ചുകൊള്ളു.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ആദരണീയരായ അധ്യക്ഷാവറുകളെ, സമാദരണീയരായ വേദിയിലെ വിശിഷ്ട അതിഥികളെ, സന്നിഹിതരായ നാട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസം ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ്. ദീപാവലി. സേവാഭാരതിയുടെ ചടയമംഗലം യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്നേ ദിവസം തന്നെ നടത്താൻ തീരുമാനിച്ചത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണോ അതോ സ്വാഭാവികമായി സംഭവിച്ചതാണോ എന്ന് അറിയില്ല. നമുക്ക് ഏതൊരു കാര്യത്തിനും ഒരു തത്വദീക്ഷയുണ്ട്. നമ്മൾ ചെയ്തു പോരുന്ന ഓരോ കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. ഇവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചാടി എഴുന്നേറ്റ് നിൽക്കും. മാന്യ വിജയേട്ടൻ പറഞ്ഞു, ഇരുന്നാ മതി, ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം നമുക്ക് ഇരുത്തം വരണം ഏതൊരു കാര്യത്തിലും. എനിക്ക് ഇദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് വേറൊരു കാര്യം ഓർമ്മ വന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയില് ഒരു യോഗ സെന്റർ പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിനായിട്ട് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുമ്പോൾ ആ കർമ്മം നിർവഹിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് മാന്യ പരമേശ്വരിയായിരുന്നു. ഈ ഉള്ളവനും അവിടെ വന്നു ചേർന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചാടി എഴുന്നേറ്റു. ഇപ്പൊ പരമേശ്വർജി ഇതുപോലെ തന്നെ കൈ ഉയർത്തി കാണിച്ചു, എല്ലാവരും ഇരുന്നാൽ മതി, ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം പ്രാർത്ഥന മനസ്സ് ഏകാഗ്രമായി വരുന്ന സമയത്ത് ശരീരം എന്ന വ്യവഹാര തലം വിട്ട് ഉയർന്നു പോകും ബോധം. അപ്പോഴ് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും തത്വദീക്ഷയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സേവാഭാരതി എന്ന പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അർത്ഥം വ്യക്തമാകുന്നു. സേവിക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ സേവിക്കാൻ. ഭാരതം എന്നുള്ള നമ്മുടെ നാടിന്റെ പേര് അതിന് പ്രാധാന്യമുണ്ട്. ഭാസ് എന്ന ശബ്ദത്തിന് ആത്മാവ് എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥം വരുന്നത് പ്രകാശം എന്ന അർത്ഥത്തിലാണ്. ഭാസ് എന്ന് പറഞ്ഞാൽ പ്രകാശം. ഈ ലോകത്തിന് പ്രകാശം ചൊരിയുന്നതായതുകൊണ്ടാണ് സൂര്യ ഭഗവാന് ഭാസ്കരൻ എന്ന പര്യായ പദം വന്നിട്ടുള്ളത്. ഭാസ് എന്നത് സ്വയം പ്രകാശിക്കാനുള്ള കഴിവ് അത് ആത്മാവിന് മാത്രമേ ഉള്ളൂ. ഈശ്വരന് മാത്രമേ ഉള്ളൂ സ്വയം പ്രകാശിക്കാനുള്ള കഴിവ്. ആ ഭാസിനെ കണ്ടെത്തി അത് അനുഭവവേദ്യമാക്കുന്ന ഒരു ജനവിഭാഗം ആദ്യകാലം മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് ഭാരതീയർ എന്നറിയപ്പെടുന്നത്. ഭാസിൽ രതി ഉള്ളവർ. രതി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അനുഭവം എന്നാണ്. അനുഭവജ്ഞാനത്തെയാണ്. ആ അനുഭവജ്ഞാനം നേരിട്ടറിയുന്നു ഓരോരുത്തരും. അതിനാണ് ഈ ഭാരതി രതി എന്ന് പറയുന്നത്. ആത്മാവിനെ നേരിട്ടറിയുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന ആത്മരതി എന്നാണ്. അപ്പൊ നേരിട്ട് പ്രകാശിക്കാനുള്ള കഴിവ് ആത്മാവിന് മാത്രമേ ഉള്ളൂ. ഒരു ഉപനിഷത്ത് അത് വ്യക്തമാക്കുന്നു. ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം നേമാ വിദ്യതോപാധി കുതോയമഗ്നി തമേവ ഭാന്തം അനുപാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അവിടെ ന തത്ര സൂര്യോപാധി, സൂര്യൻ പ്രകാശിക്കുന്നില്ല. എവിടെ? ആത്മസന്നിധിയിൽ. ന ചന്ദ്രതാരകം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ പ്രകാശിക്കുന്നില്ലാണ്. പിന്നെയാണോ? കുതഹ, അഗ്നി.
പിന്നെയാണോ അഗ്നി പ്രകാശിക്കുന്നത്? പിന്നെ എന്താണ് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും കാണുന്നത്? തമേവ ഭാന്തം അനുഭാതി സർവം. ഈ പരമാത്മാവ് സൂര്യചന്ദ്രാദികളിൽ പ്രതിഫലിക്കുന്നു. അതാണ് നമ്മൾ കാണുന്ന പ്രകാശം. അപ്പൊ സ്വയം പ്രകാശിക്കാനുള്ള ആ കഴിവ് ആത്മാവിന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം പ്രതിഫലിക്കുകയാണ്. അപ്പൊ ഭാരതി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അറിവാണ്. ഇവിടെ സംഘടനയ്ക്കുള്ള പേര് സേവാഭാരതി എന്നാണ്. സേവാഭാരതി, സേവിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കുക എന്നാണ് അർത്ഥം. ഉള്ളിലാക്കുന്നു, അതിനാണ് സേവിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നാട്ടില് പരിചയമുള്ള ഒരു വാക്ക്, കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ രാത്രിയിൽ ഭഗവത് സേവയും പ്രഭാതത്തിൽ ഗണപതി ഹോമവും നടത്താറുണ്ട് ക്ഷേത്രങ്ങളിൽ. അത് നിത്യാനുഷ്ഠാനമായിട്ട്. അപ്പൊ ഇവിടെ ഭഗവതി സേവ എന്ന് പറഞ്ഞാൽ ഭഗവതിയെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കുക എന്നാണ് അർത്ഥം. എന്തിനു വേണ്ടി? അതാണ് തിരിച്ച് ചിന്തിച്ചറിയേണ്ടത്. ഈ സേവനം എന്നത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഈ സേവകന്മാര് വരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ് സേവിക്കുന്നത്? സേവിക്കുന്നവന് വേണ്ടി മാത്രം തന്നെ. സേവിക്കുന്നത് ആരാണോ അവരെ നന്നാവുള്ളൂ. എനിക്ക് പനി വന്നാൽ ആ പനിക്കുള്ള പ്രതിവിധിയായിട്ടുള്ള മരുന്ന് ഞാൻ തന്നെ സേവിക്കണം. തൊട്ടടുത്തിരിക്കുന്ന ആൾ സേവിച്ചാൽ എന്റെ പനി മാറില്ല. അപ്പൊ ഞാൻ സേവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ സമൂഹത്തെ സേവിക്കാനുള്ള ഒരു സംഘടന, അത് അറിവിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അതിന്റെ സേവാഭാരതി എന്ന പേരും വന്നു. ഭാരതി ഓർക്കുക, സ്വയം ആത്മരതി ഉള്ളതാണ്. അതാണ് ഭാരതി എന്ന് പറയുന്നത്. ആത്മാവിനെ അനുഭവിക്കണം. അപ്പൊ ഇവിടെ സമൂഹത്തെയാണ് സേവിക്കുന്നത്. സമൂഹത്തെ ജനതാ ജനാർദ്ദനൻ എന്ന് പറയാറുണ്ട്. ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ കാലത്താണ് അങ്ങനെ ഒരു വാക്ക് പ്രചാരത്തിൽ വന്നത്. ജനതാ ജനാർദ്ദനൻ, ഭഗവാന്റെ വിരാട് രൂപമാണ് ജനത. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും അചരങ്ങളും ഉൾപ്പെടുന്ന രൂപമാണ് വിശ്വരൂപം, വിരാട് രൂപം. ആ വിരാട് രൂപമാണ് ഈ സമാജം. സഹസ്രശീർഷവദന സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമി വിശദോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന പുരുഷ സൂക്തത്തിന്റെ ആ വരി ഇത് ഓർമ്മിപ്പിക്കുന്നു. ആയിരക്കണക്കിന് സഹസ്രശീർഷം, ആയിരക്കണക്കിന് ശിരസ്, ആയിരക്കണക്കിന് കാലുകൾ, ആയിരക്കണക്കിന് കൈകൾ, ഇങ്ങനെ ഒരു രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് സമാജം. മാധവ സേവ, മാനവ സേവ. മാധവനെയാണ്, മാനവ സേവയിലൂടെ മാധവനെയാണ് സേവിക്കുന്നത്. മാധവൻ ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് സേവിക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കർമ്മം സമാജത്തെ തന്റെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് സേവിക്കുന്നത്. ഇതുകൊണ്ട് നന്നാവുന്നത് സമാജമല്ല, ആരാണോ സേവനം ചെയ്യുന്നത് അവരാണ് നന്നാവുന്നത്. ആ സേവനത്തിന്റെ പരിണാമം എങ്ങനെയാ വ്യക്തിയിലേക്ക് ഉണ്ടാവുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ 3 ഗുണങ്ങളുണ്ട്, സത്വം രജസ് തമസ്. അങ്ങനെയുള്ള ഗുണങ്ങൾ ഈ സേവനത്തിലൂടെ ഈശ്വരനെ ഉള്ളിലിരുത്തിക്കൊണ്ട് സേവാകർമ്മം ചെയ്യുമ്പോൾ മനസ്സിന്റെ ആ നിർമ്മല ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത്. മനസ്സിന്റെ വാസനയാകുന്ന ആ വിഷയങ്ങളൊക്കെ മാറി മനസ്സ് സത്വഗുണത്തിലേക്ക് ഉയർന്നു വരുന്നു. സേവാ സന്ദേശം നൽകുന്നതിന് വേണ്ടി ദേശീയ സേവാഭാരതിയുടെ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ വിജയൻ ചേട്ടനെ ക്ഷണിച്ചോളൂ. സേവാഭാരതി ചടയമംഗലം യൂണിറ്റിന്റെ സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്ന ഈ ശുഭമുഹൂർത്തത്തില് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ജയദേവൻ, നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പൂജനീയ സ്വാമിജി,
കൊല്ലം ജില്ലാ സേവാഭാരതിയുടെ രക്ഷാധികാരിയും നായേഴ്സ് ഹോസ്പിറ്റൽ MD-യുമായിട്ടുള്ള ശ്രീ മോഹനേട്ടൻ, ശിവദാസൻ സർ, വേദിയിലും സദസ്സിലും ഉപേക്ഷരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ദീപാവലി ആണ്. സ്വാമിജി അതിൻ്റെ മാഹാത്മ്യവും സേവാഭാരതിയുടെ തത്വങ്ങളും അതേപോലെ സേവാഭാരതി എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായ ഒരു രൂപം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, കൊല്ലം ജില്ലയിലാണ് പണ്ടൊരു പെരുമൺ ദുരന്തം ഉണ്ടായത്. ആ ദുരന്തം ഉണ്ടായ സമയത്ത് ആദ്യമായി ഓടിയെത്തി അവിടുത്തെ ജീവൻ രക്ഷിച്ചത് കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്വയംസേവകരാണ്. നമുക്കങ്ങനെ കൊല്ലം ജില്ലയ്ക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്. നിങ്ങൾ ഇതൊന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 10-20 വർഷത്തിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ചടയമംഗലത്ത്. സേവാഭാരതിയുടെ സന്ദേശമായിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു കുടുംബം ചടയമംഗലം പഞ്ചായത്തില് നമുക്ക് കുറച്ച് വസ്തു ദാനം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സേവാഭാരതിയുടെ അന്നത്തെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ പ്രസന്നമൂർത്തി സാറിന്റെ പേരിലാണ് ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്ന് വളരെ സക്രിയമായിട്ട് നിന്നുള്ള ഒരു സേവാഭാരതി പ്രവർത്തനം, അതിന്റെ കാര്യകർത്താക്കളെല്ലാം ഗൃഹസ്ഥരായി അവർ പല ദിക്കിലൊക്കെ അങ്ങോട്ട് മാറിപ്പോയപ്പോൾ അല്പം നിന്നുപോയി. പിന്നെ അത് രണ്ടാമത് അത് പുനരുജ്ജീവിപ്പിച്ചു വന്നു. പക്ഷെ അതും സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചില്ല. ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ പരിപാടി എന്ന് പറയുമ്പോൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതിന് നല്ലൊരു ടീം ചടയമംഗലം പഞ്ചായത്തിൽ നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഓർഗനൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് അതിന്റെ നാന്ദി ഇന്നിവിടെ കുറിക്കുന്നത്. നമ്മുടെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പെരുമൺ ദുരന്തമൊക്കെ ഉണ്ടാവുമ്പോൾ സഹായത്തിനായി 10,000 നമ്മുടെ മുമ്പിലെ കൈ നീട്ടും. 10,000 എല്ലാ സ്ഥലത്തും പല ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ട് 10,000 കൈ നീട്ടുമ്പോൾ നമുക്കൊരു 1000 കൈകളെ പോലും പിടിച്ചുയർത്താനും സഹായിക്കാനും നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സേവാഭാരതി ഒരു പദ്ധതി ഇട്ടത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആ പരിധിയിൽ എല്ലാം സേവാഭാരതിയുടെ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നുള്ള ഒരു വലിയ പരിപാടി സേവാഭാരതി ആവിഷ്കരിച്ചത് അതിനുശേഷമാണ്. ഇന്ന് നമുക്ക് കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ ഏരിയയിലും കോർപ്പറേഷൻ ഭാഗങ്ങളിലും എല്ലാം സേവാഭാരതിയുടെ യൂണിറ്റുകളായി അങ്ങനെ 1000-ഓളം യൂണിറ്റുകൾ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പഞ്ചായത്തുകളിലും ഒക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാനായി സാധിക്കും. നമുക്കിന്ന് ലക്ഷ്യമെന്ന് പറയുന്ന 1046 യൂണിറ്റാണ്. ഇനി ഒരു 46 യൂണിറ്റുകൾ കൂടെ ആരംഭിക്കുമ്പോൾ കേരളത്തില് സേവാഭാരതി എല്ലാ പ്രദേശത്തും എത്തിക്കഴിയുന്ന ഒരു ശുഭമുഹൂർത്തമാണ്. അപ്പോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഈ ശതാബ്ദി വർഷത്തില് അത് അവസാനിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള യൂണിറ്റുകളായിട്ടുള്ള ഒരു സേവാഭാരതിയുടെ സംവിധാനത്തിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. ഇതെന്തിനങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ സ്വാമിജിയുടെ പറഞ്ഞു, നമുക്ക് ഈ പഞ്ചായത്തിലെ ചടയമംഗലം പഞ്ചായത്തില് ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അതൊരു സർക്കാരിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംവിധാനത്തിനോ ചെയ്ത് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവിടെ എന്ന് പറയുമ്പോൾ അതിന് ആത്മാർത്ഥമായിട്ടുള്ള സേവന തൽപരരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെയും വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകരുടെയായിട്ടുള്ള ഒരു വലിയ സേവനം നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ നമ്മുടെ സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം സംയോജിപ്പിക്കുന്നത് ഈ കേന്ദ്രത്തിലാണ്. സേവാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു കാര്യാലയം പ്രവർത്തിക്കുന്നത് 24/7 ഒരു 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുള്ള സേവന കേന്ദ്രത്തിലെ ഈ പ്രദേശത്തിലുള്ള ആളുകളുടെ ആവലാതികൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ ആവശ്യങ്ങളെല്ലാം
പറയാനും അതെല്ലാം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പരിധിവരെ നമുക്കതിനെ പരിഹരിക്കാനുള്ള സംവിധാനവും ഈ ആശ്രയ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നതാണ്. നമ്മുടെ സേവനങ്ങള് നേരത്തെ പറഞ്ഞതുപോലെ സ്വാഗത ക്ലാസ്സിൽ പറഞ്ഞു 5 കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. 5 കാര്യങ്ങൾ. 1 ആരോഗ്യം, 2 വിദ്യാഭ്യാസം, 3 സാമാജികം, 4 സ്വാവലംബനം, 5 ആവസേവ. 5 കാര്യങ്ങളിലാണ് സേവാഭാരതി അതിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ നിങ്ങൾക്കറിയാം ധാരാളം പ്രവർത്തനങ്ങൾ സേവാഭാരതി തുടക്കം മുതലേ നമുക്ക് ആരംഭിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സംഘം മെഡിക്കൽ വിദ്യാർത്ഥികൾ സേവാഭാരതിയുടെ പ്രവർത്തനം ആയതുകൊണ്ട് പ്രശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ഇതിന്റെ ഓർമ്മ ക്ഷണിച്ചു. ഏറ്റവും ബഹുമാന്യായ അധ്യക്ഷൻ ശ്രീ ആർ ജയകൃഷ്ണൻ അവർ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യായ ബ്രഹ്മശ്രീ ശ്രീ ദയാനന്ദ സരസ്വതി സ്വാമികൾ, നമുക്കിവിടെ സേവാ സന്ദേശം നൽകിയ ശ്രീ വി വിജയൻ സാറ്, പിന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമുക്കേറെ ബഹുമാനീയരായ വ്യക്തിത്വങ്ങളെ, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം എപ്പോഴും സഹകരിക്കുകയും ചെയ്യുന്ന എൻ്റെ മാതാപിതൃ തുല്യരായവരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, സേവാഭാരതിയുടെ ഉദ്ഘാടനത്തിന് ആദ്യമായിട്ട് ഈ വേദിയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതിന് ഇതിന്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുക. അതിനകത്ത് ഒന്നാമത് ഈ വാർഡിലെ പ്രതിനിധി എന്ന നിലയിലാണ് എന്നെ ഇവിടെ ഉൾപ്പെടുത്തിയത്. എന്നെ ഉൾപ്പെടുത്തിയപ്പോൾ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയുടെ രൂപത്തിലായിരുന്നു എന്റെ സഹോദരനും അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ചുടാൻ പിടിക്കുന്നതുമായിട്ടുള്ള രഞ്ജു എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ വാർഡിൽ നടക്കുന്ന ഒരു പരിപാടി, അതും ഇത്തരം മഹത്തരമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയത്. അതിന് ഞാൻ ആദ്യമായിട്ട് എന്റെ സംഘാടകനോട് നന്ദി പറയാം. രണ്ടാമതായി ഞാൻ വേദിയിൽ എത്താൻ താമസിച്ചത് എന്റെ ദൈവമെന്ന് ഞാൻ കരുതുന്ന എന്റെ മാതാപിതാക്കളില് പിതാവിനോടൊപ്പം ഒരു അല്പസമയം ചെലവഴിച്ചതിന് ശേഷം മാത്രമേ ഞാനിപ്പോ എവിടെയും പോകുള്ളൂ. അത് കാരണമാണ് ഞാൻ ഇവിടെ താമസിച്ചത്. ആ താമസിച്ചതിന് ഞാൻ ക്ഷമയോടും. പിന്നെ സേവാഭാരതിയെ പറ്റി എന്റെ അറിവിൽ ഞാൻ സേവാഭാരതിയുമായി ഏറ്റവും അടുത്ത് നിന്നത് ഞാൻ എൻ്റെ പഠന സമയത്താണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ പഠനത്തിന് MG കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അന്ന് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലുമെല്ലാം സേവാഭാരതിയുടെ ആംബുലൻസും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടിരുന്നു. അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്തായിരുന്നു സേവാഭാരതി, എന്നു മുതലാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെ. അത് കൃത്യമായിട്ട് വിജയ് സാറോട് പറഞ്ഞിരുന്നു. കേരളത്തിൽ ഇത് തുടങ്ങിയത് 1982-ലാണ്. പക്ഷെ സജീവമായി നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ എത്താൻ ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയാണ് എങ്കിൽ ഏകദേശം 44 വർഷത്തോളം നമ്മൾ എടുത്തു അതിന്റെ പൂർണ്ണ രൂപത്തിന് ഇവിടെ എത്തുന്നത്. എത്ര താമസിച്ചു വന്നു എന്നുള്ളതല്ല, അതിന്റെ സേവനങ്ങൾ, അത് ഏത് തരം പ്രവർത്തനങ്ങളായാലും അത് സാധാരണക്കാരിൽ എത്തുക എന്ന് പറയുന്നതാണ് അതിന്റെ സംഘാടകരുടെ മികവെന്ന് പറയുന്നത്. അതിലെ സാധാരണക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ നടക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.
സാമാജിക പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ്. ശ്രീ ശിവദാസൻ ചേട്ടൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ശ്രീ രാംലാലിനെ. സാമാജിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സേവാഭാരതി സേവാ ആശാ കേന്ദ്രത്തിൽ നിന്നും നാളെ മുതൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന മേശ, കസേര, ടാർപ്പ എന്നിവ ലഭിക്കുന്നതാണ്. ആശയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, അതോടൊപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന സ്നേഹിതരായിട്ടുള്ള സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നേരം വളരെ വൈകിയിരിക്കുകയാണ്. നമ്മുടെ അമ്മമാർക്ക് സൗകര്യമായിട്ട് സന്ധ്യയാകുമ്പോൾ നിലവിളക്ക് കൊടുക്കേണ്ടതായ ആവശ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട സംഘടനാ പ്രവർത്തനവുമായി വരുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് 64-ലാണ് ഇതുപോലൊരു സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് വരുന്നു. സ്വാഭാവികമായി സംഘടന എന്താണ് എന്നറിയാൻ വയ്യാത്ത കാലത്താണ് ഞാൻ സംഘടന. പക്ഷെ അന്ന് ഈ സംഘടനയുടെ പ്രവർത്തനം എന്താണ് എന്ന് എന്നെ കൊണ്ടു നടന്ന് എന്റെ പ്രവൃത്തിയിലും പ്രവർത്തിക്കേണ്ട രീതിയിലും പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ സൂചിപ്പിച്ചിരുന്നത്, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ സേവാഭാരതിയുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ സേവന പ്രവർത്തനം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സേവന പ്രവർത്തനം ഈ സേവാഭാരതി തുടങ്ങിയ സമയത്തല്ല തുടങ്ങിയിട്ടുള്ളത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സേവന പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുസരിച്ച് അതിന്റെ അവസരങ്ങൾ വരുന്ന സമയത്ത് പത്രമാധ്യമങ്ങൾക്കോ ഫോട്ടോകൾക്കോ മുഖം കൊടുക്കാതെ സ്വന്തം നാടിനു വേണ്ടി ജീവൻ വരെ കൊടുക്കുവാൻ വേണ്ടി തയ്യാറായ സേവാ പ്രവർത്തനമാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മനസ്സിലാക്കും. വിദേശ രാഷ്ട്രങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി വിദേശ രാഷ്ട്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ജീവൻ വെടിവെടുത്തുകൊണ്ട് സൗകര്യപ്പെടുത്തി കൊടുത്തവരാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ സംഘടനയുടെ ആൾക്കാർ. ഇതൊന്നും ആരും വായിച്ചു കേൾക്കാനും സാധിക്കില്ല. അങ്ങനെ ചൈനയും ഇന്ത്യയുമായി യുദ്ധം നടന്ന സമയത്ത് വളരെ ദുർഘടം പിടിച്ച മഞ്ഞുമലകളിലൊക്കെ തന്നെ നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുത്തത് നമ്മുടെ സംഘടനയുടെ ആൾക്കാരാണ്. അതൊന്നും പത്രത്തിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു പോലും അതിശയിച്ചു പോയ ഒരു സംഭവമായിരുന്നു അതെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണ് അതിനുശേഷം നടന്ന റിപ്പബ്ലിക് ദിനത്തില്
ആ പരേഡിന് ഈ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെയും യൂണിഫോമോടുകൂടി സ്വീകരിക്കുവാനും ക്ഷണിക്കുവാനും അദ്ദേഹം തയ്യാറായി. പട്ടാളക്കാരോടൊപ്പം റിപ്പബ്ലിക് ഡേയിൽ മാർച്ച് ചെയ്യുവാൻ വേണ്ടി തയ്യാറായി എന്നതാണ് വസ്തുത. ഞാൻ സൂചിപ്പിച്ചു വന്നത് 79-ലാണ് സേവാഭാരതി തുടങ്ങി, പേരോടുകൂടി തുടങ്ങി എന്നിരിക്കെ വർഷങ്ങൾക്ക് മുമ്പ് സേവന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരാളുടെ ഒരു ജീവൻ അപകടം വരുന്ന സമയത്ത് സ്വന്തം ജീവനെ പോലും നിറവേറ്റിച്ചുകൊണ്ട് അയാളെ സംരക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാവും. ഏത് ദുർഘട ഘട്ടങ്ങളിലും സാഹചര്യങ്ങളിലും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാവും. എനിക്കറിയാം പല ആൾക്കാരും ഇങ്ങനെ സംരക്ഷിച്ച ഒരാളെ ആക്രമിക്കുവാൻ വരുന്നു എന്ന് കണ്ട സമയത്ത് സ്വന്തം ജീവനെ പറ്റി ചിന്തിച്ചില്ല. അയാളെ രക്ഷിക്കുവാൻ പോയ സമയത്ത് ശത്രുക്കളുടെ ആക്രമണത്തിൽ അവിടെ ബലിയാടായി എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ഇന്ന് സേവാഭാരതിയുടെ പ്രവർത്തനം സൗജന്യമായിട്ടാണ്. അത് സേവന രംഗത്ത് നിൽക്കുന്ന സമയത്ത് ഇതിനുള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിലുള്ള നല്ല ആൾക്കാരാണ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സംഘടിപ്പിച്ച് അത് ഏൽപ്പിക്കുവാൻ വേണ്ടിയുള്ള മനസ്സ് എവിടുന്നാ വരുന്നത്? അത് സേവാഭാരതിയെ പറ്റി മനസ്സിലാക്കിയതിനു ശേഷമാണ്. ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ടാർപ്പ, കസേര, ഇനി ആംബുലൻസ് ഉണ്ടാവും, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, ആംബുലൻസ് ഡ്രൈവർ ഉണ്ടാവും. എവിടെ പോയി ആയാലും ശരി, സാധാരണക്കാരൻ എവിടെയെങ്കിലും വെച്ച് അപകടപ്പെട്ടു പോയാലോ അത് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളുമാണ് ഇതിൽ കൂടെ ചിന്തിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ടിറങ്ങുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് ഈ മഹത്തായ ഈ പ്രസ്ഥാനത്തെ സഹായിക്കുവാനും വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. ഞാൻ കഴിഞ്ഞ പരവൂരൊരു മരണത്തിൽ പോയി. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും സേവാഭാരതിയുടെ ആൾക്കാരെ ചെയ്തത്. ആംബുലൻസ് ഉണ്ട്, അത് കൊണ്ടുവരുന്നു, ബോഡി അടക്കാനും കസേര വർക്കിട്ട് കൊടുക്കാനും എല്ലാവരും തന്നെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. സമാജത്തിന് ഇത്രയും ചെയ്യാൻ സാധിച്ചതിലുള്ള സന്തോഷമാണത്. അതാണ് സേവാഭാരതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ മറ്റൊരു സംഗതി, എനിക്ക് എന്റെ ഈ അമ്മമാരും ഈ സഹോദരങ്ങളും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നേരത്തെ അദ്ദേഹം അത് സൂചിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ തന്നെയും ഞാൻ ഒന്നുകൂടെ ആ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് സമൂഹത്തിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഏറെയും തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക. ഈ സമൂഹത്തിലെ സാഹചര്യങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് മകനെ അറിയാൻ സാധിക്കുന്നില്ല, മകൻ അച്ഛനെ അറിയാൻ സാധിക്കുന്നില്ല, ഭർത്താവിന് ഭാര്യയെ അറിയാൻ സാധിക്കുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാൻ സാധിക്കുന്നില്ല. പരസ്പരം വഴക്കിട്ട് കലഹിച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന നമ്മുടെ മക്കൾ തലമുറ നമ്മളാരും ചിന്തിക്കുന്നില്ല. നമ്മൾ അവരുടെ സുഖങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അവരുടെ സുഖത്തിനപ്പുറത്തായിട്ട് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ അവർക്ക് ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം നമ്മുടെ രക്ഷകർത്താക്കൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ മക്കളുടെ സുഖജീവിതങ്ങളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് നമ്മുടെ കുട്ടികൾ വഷളാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നമ്മൾ കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് രക്ഷകർത്താക്കളുമായി വളരെ ചുരുക്ക സമയങ്ങളിലെ കുട്ടികൾ ഇടപെടാനുള്ള സാഹചര്യമുണ്ട്. രാവിലെ കുട്ടികളെ ഒരുക്കി റെഡിയാക്കി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ രക്ഷകർത്താക്കൾ കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തില് അവരെ സ്കൂളുകളിലേക്ക് അയക്കുന്നു. സ്കൂളുകളിൽ പോയിട്ട്
വൈകിട്ടാണ് തിരിച്ചു വരുന്നത്. അവരുടെ കൂടുതൽ സമയം സമൂഹത്തിലാണ്. ആ സമയത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അതിനാണ് സൂചിപ്പിച്ചത്, നമ്മുടെ കുട്ടികളുമായി ഒരു അരമുക്കാൽ മണിക്കൂർ ചെലവഴിക്കുവാൻ രക്ഷകർത്താക്കൾ തയ്യാറാകണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെന്തിനു വേണ്ടിയാണ്? ജീവിതം എന്താണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അവരെ ജീവിതം പഠിപ്പിക്കണം. ഞാൻ ജീവിച്ചു വന്ന കാലഘട്ടം, ഞാൻ കഷ്ടപ്പെട്ട കാലഘട്ടം, ഞാൻ അധ്വാനിച്ച കാലഘട്ടം, ആ കാലഘട്ടം എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കണം. ഇന്ന് സുഖിക്കുവാനുള്ള അവസരങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നവരെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ മാനസികമായ സമൂഹത്തിന് വേണ്ട, കുടുംബത്തിന് വേണ്ട വളർച്ച അവർക്കുണ്ടാവൂ. എന്ന് രക്ഷകർത്താക്കൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് പഠിപ്പിക്കാതെ പോകുന്നതിന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഇന്ന് ധാരാളം രക്ഷകർത്താക്കൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് സൂചിപ്പിച്ചത്. ഇന്ന് മൊബൈലിന്റെ കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും എപ്പോഴും നോക്കിയാലും മൊബൈല്. എന്റെ മോന്റെ കുട്ടി, അവർക്ക് 5 വയസ്സാണുള്ളത്, അവിടെ സർവ്വസമയം മൊബൈലാണ്. അത് ഏതെങ്കിലും രീതിയിൽ ആ മൊബൈല് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. പ്ലീസ് അപ്പ ഒരു 5 മിനിറ്റ്. പക്ഷെ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? എന്റെ മൊബൈലിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, സകലവും അവർക്കറിയാം. അവളിങ്ങോട്ട് പഠിപ്പിച്ചത് നമുക്ക് വേണമെന്നുണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്ന സമയത്തിന് ഒരു വൈകിട്ട് 6 മണിയോട് കൂടിയാണ്. ആ വീട്ടിലെ അച്ഛനും അമ്മയും ഒരു മകളുമാണ് ഉള്ളത്. ഒരു മുറിയിൽ 3 ഭാഗത്തായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ആരും ഒന്നും മിണ്ടാത്ത? പരസ്പരം ആരും മിണ്ടുന്നില്ല. അച്ഛനും അമ്മയും മകളും ഇരുന്നിട്ട് ഒന്നും മിണ്ടാനില്ല. എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് നെറ്റ് കട്ടായി പോയിരുന്നു. നെറ്റ് കട്ടായി പോയതിന്റെ പ്രയാസത്തിലാണ് അച്ഛനും അമ്മയും മകളും ഇരിക്കുന്നത്. ആ സമയത്ത് തന്റെ മകളുമായി അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇടപഴകുവാനോ ചർച്ച ചെയ്യുവാനോ സംസാരിക്കാനോ സാഹചര്യമില്ല. മൊബൈൽ ഒരുപക്ഷെ ഒരു ഘട്ടം വരെ നല്ലതായിരിക്കാം, പക്ഷെ അത് അപകടത്തിലേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് എനിക്ക് എന്റെ രക്ഷകർത്താക്കളായിട്ടുള്ള സഹോദരിമാരോടും സഹോദരന്മാരോടും പറയാനുള്ളത്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കസേരയും ഇതുപോലെ ടാർപ്പയും അതുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികളും നമുക്ക് ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ ഇതിനുശേഷം എത്തുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനം നടക്കും. എവിടെ നമുക്ക് എന്ത് ആവശ്യം വന്നാലും നമുക്കിവിടെ നമ്മുടെ സേവാഭാരതിയുടെ ഓഫീസിലോട് ബന്ധപ്പെടാം. അതിന്റെ പ്രവർത്തകരുണ്ടാവും നമ്മളെയൊക്കെ സേവിക്കുവാനും സഹായിക്കുവാനും വേണ്ടി എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ തിരിക്കുന്നു. നമസ്കാരം. അടുത്തത് കിടപ്പ് രോഗികൾക്കുള്ള മെഡിസിൻ വിതരണമാണ്. ഡോക്ടർ പി മോഹൻ നായർ അവരുടെ ക്ഷണിച്ചു വരുന്നു. ഒപ്പം ആ മെഡിക്കൽ കിറ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ അനിൽകുമാർ. ശിവഭാരതി ചടങ്ങ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അനങ്ക പഞ്ചായത്തിലെ 5 കിടപ്പ് രോഗികൾക്ക് സൗജന്യ മെഡിസിൻ വിതരണമാണ് നടന്നത്. ആശംസ സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടറെ ക്ഷണിച്ചു. നമസ്കാരം. വേദിയിലെ എല്ലാവർക്കും എൻ്റെ വേദിയിലുമായ പ്രണാമങ്ങൾ. സേവാഭാരതിയിൽ ഞാൻ 2 ചെറിയ ഇൻസിഡന്റ് പറഞ്ഞിട്ട് നിർത്താം. സേവാഭാരതിയിൽ ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് 1991 അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഡോക്ടർ നായസ് ഹോസ്പിറ്റലിലെ എൻ്റെ മുതിർന്ന സർജൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ, അദ്ദേഹം ഒരു
2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചോദിച്ചു, ഡോക്ടർ ഒരു സേവന പ്രവർത്തനത്തിന് താല്പര്യമുണ്ടോ, ഫ്രീ ആയിട്ട് രോഗികളെ ചികിത്സിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച തോറും തുടങ്ങിയതാണ്. ഇതുവരെ ഞായറാഴ്ച തോറും ഇപ്പോൾ പോകുന്നില്ല, പലപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ സേവാഭാരതിയിൽ അന്ന് തുടങ്ങിയ ഈ ബന്ധം ഇപ്പോഴും തുറന്നു പോകുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ഇത് സേവനത്തിന്റെ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നടന്ന ഒരു ഇൻസിഡന്റ് 2018 ഒരു വലിയൊരു വെള്ളപ്പൊക്കം നടന്നപ്പോഴാണ്. അന്ന് കൊല്ലത്തുനിന്ന് ഞങ്ങളൊരു കൂട്ടം ആൾക്കാരെ, ഡോക്ടേഴ്സും അല്ലാതെ 2-3 കാറിൽ വയനാട്ടില് നല്ല വെള്ളപ്പൊക്കമുള്ള സമയമാണ്. അവിടെ ചെന്ന് കുറെ ദൂരം കാറ് പോയിട്ട് പിന്നെ റോഡില്ല, കാറ് പോകാനായിട്ടുള്ള വഴിയില്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി ചെറുപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ നടന്നു പോകുന്ന ഭാഗത്ത് വെള്ളം കൂടുതലുണ്ട്. ഞങ്ങൾ പിന്നെ പാൻറ് മടക്കി കുത്തി കുറച്ച് ദൂരം കഴിയുമ്പോൾ പാൻറ്റൊക്കെ നനയാൻ തുടങ്ങി. ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ എല്ലാ വീട്ടിലും ചെറിയ ചെറിയ വള്ളങ്ങളുണ്ട്. ഇവിടെ ഒരു ബോട്ട് വന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ച് ഞങ്ങൾ അടുത്ത് സ്കൂളിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞങ്ങളെ അവിടെ കൊണ്ടാക്കി. അന്ന് ഒരു ദിവസം മൊത്തം ഞങ്ങൾ അവിടെ ആ സ്കൂളിൽ ആളുകളെ മരുന്ന് കൊടുക്കാനും എല്ലാം ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അതൊരു മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. സേവാഭാരതിയിൽ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൂടെ ഇങ്ങനെ ഈ അവസരങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയതും കൂടെ ഞങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നന്ദി, നമസ്കാരം. അടുത്തത് സേവാനിധി സമർപ്പണത്തിന്റെ ഉദ്ഘാടനമാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ ജി അനിൽകുമാറിനെ ക്ഷണിച്ചോളും. ഒപ്പം ശ്രീ രാജീവ് സാർ നേരത്തെ ക്ഷണിച്ചോളും. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്കായി സേവാനിധി സമർപ്പണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സേവാഭാരതിയുടെ ആശ്രയകേന്ദ്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതുവരെ ഒട്ടനവധി പേരാണ് മാസം തോറുമായാലും ഒറ്റത്തവണയായാലും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവാനിധി സമർപ്പിച്ചിരിക്കുന്നത്. സേവാനിധി സമർപ്പിച്ചവർക്കും രാജീവ് സാറിനും നന്ദി അറിയിക്കുന്നു. ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജയേഷ് സാർ അവർ, ആദരണീയനായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചടയമംഗലത്തെ തലമുതിർന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ വിശ്വാസത്തിലും പ്രിയപ്പെട്ട സേവാഭാരതിയുടെ സ്റ്റേറ്റ് തല ചുമതലയുള്ള വിജയേട്ടൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ട ജയലാല്, ഇതിന്റെ സംഘാടകരെ, പ്രിയപ്പെട്ട അമ്മമാരെ, സംഘബന്ധുക്കളെ, സേവാഭാരതി സാധാരണപ്പെട്ട പ്രവർത്തകരുടെ, വളരെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ അധ്വാനിക്കുന്ന പ്രവർത്തകരുടെ കഠിനമായ വിശപ്പിന്റെ പ്രതിഫലമായി കിട്ടുന്ന തുക കൂടെ കൊണ്ട് സമൂഹത്തെ സേവ ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന സദസ്സിനോട് ഞാൻ പറയേണ്ട, വിദേശ യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ പണം വന്നിട്ടല്ല ഈ ഗ്രാമങ്ങളിൽ ഏകദേശം 2.5 ലക്ഷത്തോളം ഗ്രാമങ്ങളിലൂടെ സേവന പ്രവർത്തനം നടത്തി ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി പ്രസ്ഥാനത്തെ മാറ്റി നിർത്താൻ വൈദേശിക ശക്തികളും ഭരണകൂടങ്ങളും ശ്രമിക്കുമ്പോൾ സമാജ സേവ ചെയ്ത് ഹൃദയത്തിനകത്ത് മനുഷ്യരുടെ ദുഃഖം, കരുണയെ തട്ടി ഉണർത്തി കൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് അഹോരാത്രം
ഒരു പറ്റം സാമൂഹ്യ പരിവർത്തനത്തിന്, നവോത്ഥാനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ഇന്ന് ഈ ചടയമംഗലത്ത് പഞ്ചായത്ത് തലത്തിൽ പ്രിയപ്പെട്ടവരെ പഞ്ചായത്ത് തല സേവാഭാരതിക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സമാജ സേവ ചെയ്യുന്ന കഴിഞ്ഞ ഒരു 10-35-40 വർഷമുണ്ട്. ഡോക്ടർ മൂർത്തി സാറിനെ കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞു. ഡോക്ടർ മൂർത്തി എന്ന് പറയുമ്പോൾ ചടയങ്ങത്തുള്ള മുതിർന്ന കാര്യകർത്താക്കളായിരുന്നവർക്കറിയാം. സേവാഭാരതി എന്ന് കേൾക്കുമ്പോൾ പ്രസന്നമൂർത്തി എന്നാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയുള്ള ഒരാളിന്റെ കീഴിൽ ഇന്ന് ദേശീയ തലത്തിലേക്ക് പ്രസ്ഥാനം കേരളത്തിൽ നിന്നുകൊണ്ട് ഉയർന്നെത്താൻ നമുക്ക് സാധിച്ചത് നമ്മുടെ ഇച്ഛാശക്തി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമാജത്തിന് വൈദേശികമായ കടന്നുകയറ്റം വന്നപ്പോൾ നമ്മുടെ അമ്മമാര്, നമ്മുടെ മുത്തച്ഛന്മാർ, സമൂഹത്തിലുള്ളവർ ദാനം ചെയ്ത് ശീലിച്ചിരുന്നവർ സനാതന ധർമ്മം, ആ ധർമ്മം ദാനമാണ് പ്രധാനമായി ചെയ്തിരുന്നത്. പശുവിനെ ദാനം ചെയ്യുക, സ്വത്ത് ദാനം ചെയ്യുക, ആഹാരം ദാനം ചെയ്യുക. നമ്മളെ പൂർവീകരായിട്ടുള്ള അമ്മമ്മമാര് തിരുസന്ധ്യക്ക് അല്ലെങ്കിൽ വിളക്കടയ്ക്കാൻ നേരത്ത് അടുക്കളയുടെ ഭാഗത്തോട്ട് വന്ന് വിളിച്ചു ചോദിക്കും, ഇനി ആരെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കും. ആരും കഴിക്കാനുണ്ടോ? ഉറുമ്പുകൾക്ക് ഉൾപ്പെടെ ആഹാരം, അടുക്കളയിലുള്ള ആഹാരം വാരി ഇട്ട് കൊടുത്തിട്ട് കടന്നു വന്ന് കഥ ഉടച്ചിട്ട് ഉറങ്ങുന്ന പല വീട്ടിലും പട്ടിണിയാണെങ്കിലും സമാജത്തെ സേവ ചെയ്യുന്ന ഒരു വലിയ സംസ്കാരമായിരുന്നു ഈ സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തെ പല മേഖലയിൽ നിന്നുകൊണ്ട് ആക്ഷേപിക്കുകയും പുച്ഛിക്കുകയും തകർക്കുകയും ചെയ്യുന്നു. ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചു പോയതുകൊണ്ടാണ് ആ സേവ മാറ്റിയിട്ട് ഇന്ന് വൈദേശികമായി പണം വാരിയെടുത്തിട്ട് ഗവൺമെന്റുകളുടെ സഹായത്തോടെ വലിയ സ്പോൺസർഷിപ്പ് വന്നിരിക്കുന്നു. നമ്മുടെ സമാജത്തിന് ഭീകരമായ ആദരണീയനായ ശ്വാസകൂടെ പുള്ളി പറഞ്ഞു തന്നില്ലേ, ഇന്ന് അനാഥാലയങ്ങളുടെ ഒരു കൈ അച്ഛനെയും അമ്മയും അമ്മൂമ്മയും നോക്കാൻ ആർക്കും ഈ സനാതന ധർമ്മത്തിന് ക്ഷതമേറ്റപ്പോൾ അച്ഛനെയും അമ്മയും പരിപാലിക്കണമെങ്കിൽ ഗാന്ധി ഭവനും, പത്തനാപുരത്തെ ഗാന്ധി ഭവനും, കൊട്ടാരക്കര കലയപുരത്തെ ജോസ് സാറും വേണം എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഭീകരമായ ഒരവസ്ഥ. അവിടെ മാറണം. നമ്മൾ സമാജ സേവ ചെയ്യണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിലൂടെ പറഞ്ഞു, പലരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരു അനുഭവം വെച്ച് പറഞ്ഞു, സമാജത്തിലേക്ക് നമ്മളിൽപ്പെട്ട സഹോദരങ്ങളെ സമീപിക്കുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നു സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാര്. സേവനം ചെയ്യാൻ മാധവ സേവ മനുഷ്യ സേവയാണ് ദൈവസേവ എന്ന് പഠിപ്പിച്ച ഒരു സനാതന ധർമ്മത്തിൽ എവിടെയൊക്കെ ക്ഷതം സംഭവിച്ചുകൊണ്ട് സമ്പന്നരായ പല ആൾക്കാർ തിരിഞ്ഞിരിക്കുന്നു. ഇതിന്റെ കാര്യകർത്താക്കള് കഷ്ടപ്പെട്ട് സമീപിക്കുമ്പോൾ സമൂഹത്തിലെ മാറ്റം നമ്മൾ മനസ്സിലാക്കണം. ഒരു 2 വർഷം സമയക്കുറവുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ നിന്ന് കൊടുക്കണം. നിങ്ങൾക്ക് എന്നെക്കാളും അറിയാമെങ്കിലും 2.5 വർഷം മുന്നേ നിങ്ങളും ഞാനും ഒരു കൊച്ചു പെൺകുഞ്ഞ്, ഒരു 9 വയസ്സുകാരിയ ഒരു കൊച്ച്, 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് വെളിയിൽ ഇരുത്തിക്കൊണ്ട് പറയുന്നു, എന്റെ അനുജത്തി അവർക്ക് ജീവിക്കണമെന്ന് കൊതിയുണ്ട്, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ സമൂഹം അത് ഏറ്റെടുത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലേ? ഞാൻ ഏഷ്യാറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ടപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ കുഞ്ഞിന് ഏകദേശം 6 കോടി രൂപ വേണം. ഒരു ഇഞ്ചക്ഷൻ 1.25 കോടി രൂപയാണ്. വിദേശ രാജ്യത്തു നിന്ന് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ വരേണ്ടത്. ആ കൊച്ചിന്റെ ഒരു ചേട്ടത്തി സമ്പന്ന വീട്ടിലെയാണ്, നിലവാരമുള്ള വീട്ടിലെയാണ്. നിമിഷ നേരം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും MLA-യും നാട്ടുകാരും കൂടെ ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഒരു പീഡന സഹായ നിധി അവർ രൂപീകരിച്ചുകൊണ്ട് ആ സമൂഹം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആഹ്വാനം ചെയ്തു. നമ്മൾ അന്തം വിട്ടു. 1 മാസം പറഞ്ഞിരുന്ന പ്രിയപ്പെട്ടവരെ, 7 ദിവസമായി. 7ന്റെ അന്ന് രാവിലെ ഏഷ്യാറ്റിന്റെ റിപ്പോർട്ടർ വിളിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ച് അക്കൗണ്ടിൽ പൈസ ഒന്ന് കൂടിയെന്ന് പറഞ്ഞല്ലോ. പറയാൻ നിങ്ങൾക്കറിയാമോ? 21 കോടി രൂപ വന്നു കൂടി 7 ദിവസം കൊണ്ട്. ആ സഹോദരങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ ഹൃദയത്തിലോട്ട് ഏറ്റി, അത് എവിടെ നിന്നായാലും, പാകിസ്ഥാനിൽ നിന്നായാലും, ബംഗ്ലാദേശിൽ നിന്നായാലും, ഡൽഹിയിൽ നിന്നായാലും, ബോംബെയിലായാലും, ആ സഹോദരന്റെ കണ്ണീര്, ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ആ സമൂഹം കാണുന്ന ഒരു ആദരവ്, ബഹുമാനം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാജ സേവ ചെയ്യണമെന്ന് പഠിപ്പിച്ച സനാതന ധർമ്മത്തിൽപ്പെട്ട ഒരു കുഞ്ഞ്, ഒരു അവശതയുള്ള ഒരാള് ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ ആ വിഭാഗത്തിൽ നിന്നുകൊണ്ട് നേരത്തെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അതിലേക്ക്. അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു പോകുമോ? ഇന്നലത്തെ പത്രത്തിൽ ഞാൻ നിങ്ങളെ കണ്ടൊരു അമ്മ ഒരു കുഞ്ഞിനെ എടുത്തു വെച്ചുകൊണ്ട്, മൂത്ത കുഞ്ഞ് മരിച്ചു, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ മരണപ്പെട്ടു. 2ാമത്തെ കൊച്ചിന് 2.5 വയസ്സുള്ള കൊച്ചിന്റെ കണ്ണ് 2 വെളിയിലോട്ട് തള്ളയാണ്.
വെറും ബാൻഡേജ് വെച്ച് ഒട്ടിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു വിലാപമുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഞാനും നിങ്ങളും കണ്ട്, രണ്ട് കണ്ണ് കുഞ്ഞ് കരഞ്ഞാൽ കണ്ണ് വെളിയിൽ വീഴും, കണ്ണ് തുറന്നിരുന്നാൽ വെളിയിൽ തള്ളി വീഴുന്നു, മരണത്തോട് പല്ലടിക്കുന്ന ഒരു വലിയ ഭീകരമായ അസുഖം പിടിപെട്ട ആ കുഞ്ഞിനെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പത്രവും സോഷ്യൽ മീഡിയയിലും പറഞ്ഞു. കഷ്ടം. സഹായിച്ചവരുടെ കണക്ക് ഞാനിന്ന് മാതൃഭൂമിയിലെ കൊല്ലം റിപ്പോർട്ടറോട് വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞ് കേട്ടാണ് അന്തം വിട്ടു. പക്ഷേ 4 ദിവസം കൊണ്ട് 7 ദിവസമുള്ള 4 ദിവസം കൊണ്ട് 21 കോടി രൂപ ഒന്നും ബാങ്കുകാർ അന്തം വിട്ടുപോയി. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ വിളിച്ചു ചോദിച്ചപ്പോ അയാൾ അറിഞ്ഞില്ല 2 മാസത്തേക്ക് കിട്ടുന്ന അക്കൗണ്ടിൽ പണം വന്ന് കൂടുന്ന സമാജ സേവ സഹോദരിയുമാണ്. അവരെ കണ്ണിലൊപ്പാനുള്ള അവരുടെ സ്നേഹം, ആദരവ് നമ്മൾ തിരിച്ചറിയണം. എനിക്കും കൂടെ പറയാനുള്ളത്. അതുകൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തെ ഞാനും നിങ്ങളുമാണ് കയ്യിലേറ്റി സംരക്ഷിക്കേണ്ടത്. ഒരു സമാജത്തിലേക്ക് സേവനം ചെയ്യാൻ വന്ന ജയലാലും 4-5 പേരുടെ മാത്രം വിചാരിച്ച പോലെ നമ്മളെ വീട്ടിൽ ഏത് വിശേഷം ഉണ്ടായാലും സേവാഭാരതിയുടെ ഒരു എളിയ പ്രവർത്തനമുള്ള നിങ്ങളോട് ഞാൻ പറയാം. ഒരു വിവാഹം വന്നു, ലക്ഷക്കണക്കിന് രൂപ അടിച്ചു പൊളിച്ചാണ് നമ്മളൊരു വിവാഹം നടത്തുന്നത്. നമ്മളെ കുടുംബത്തിൽ ലക്ഷങ്ങള്. അന്നേരം ഒരു ചെറിയ സേവാ നിധി മാറ്റിവെച്ചിട്ട് സമാജത്തിലെ പാവപ്പെട്ടവൻ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവൻ, ക്യാൻസർ പോലുള്ള മാരകമായ അസുഖത്താൽ പിടയ്ക്കുന്നവൻ, വണ്ടിക്കൂലി ഇല്ലാതെ തിരുവനന്തപുരം RCC പോകാൻ നിവൃത്തിയില്ലാത്തവർ, കിടക്കാൻ നിവൃത്തിയില്ലാത്തവർ, പഠിക്കാൻ തലച്ചോറുള്ള കുഞ്ഞിന് പുസ്തകം മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഈ വിഭാഗത്തിൽ നിന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഒരു വിഹിതം മാറ്റിവെക്കുക. അച്ഛന്റെ അമ്മയുടെയും 16 അടിയന്തരം വരുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചതുപോലും തിരിച്ചറിയാതെ അതുവരെ സഹായിക്കാൻ ചെയ്യാത്ത മക്കള് സമൂഹത്തെ മൊത്തം ആശ്രയിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. സ്നേഹിക്കുന്നവരുണ്ടല്ല, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു നോക്കാൻ പറ്റാത്ത മക്കള് അച്ഛന്റെ അമ്മയുടെയൊക്കെ മരണമായി കഴിയുമ്പോൾ 16 അടിയന്തരം നടത്താൻ ചുമന്ന പഴവും മേടിച്ച് കപ്പപ്പഴവും മേടിച്ച് 6000 അല്ലെങ്കിൽ 500-800 പേരെ വിളിച്ചോണ്ട് വന്ന് ഇഡലി കൂട്ടി പ്രഥമനും കൂട്ടി കൊടുക്കുന്ന പാരമ്പര്യമുള്ളവരാണ് നമ്മൾ പലരും. ആ പൈസ അങ്ങനെ അനാഥാലയത്തിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ, ചിലവാക്കുന്ന കൂട്ടത്തിൽ അതിൽ നിന്നൊരു വിഹിതം നമ്മളെ ഓർമ്മ ദിനത്തിൽ അച്ഛന്റെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയൊക്കെ മരണാനന്തര ചടങ്ങിൽ ഓർമ്മ ദിനം വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആ ഓർമ്മ ദിനം പുതുക്കിക്കൊണ്ട് ചടയമംഗലം സേവാഭാരതിയുടെ ഭാരവാഹികളെ വിളിച്ചുകൂട്ടി നിങ്ങൾ ആ പൈസ ഏൽപ്പിച്ചാൽ ഇത് അർഹതയുള്ള കൈകളിൽ അല്ലാതെ സമ്പന്നരായ, ഞാൻ ഈ ഗാന്ധി ഭവനെ കുറിച്ചും ജോസാറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്ക് അവിടോട്ട് വലിയ അടുപ്പമുള്ള ഒരാളാണ്. ഈ 2 കലയപുരത്തെ ജോസാറും സോമസാറുമായിട്ടൊക്കെ വലിയ ആത്മബന്ധം അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാൻ അവരെ കുറ്റപ്പെടാൻ, അവരുടെ സേവനം സമൂഹത്തിന് മാതൃകയാണ്. കോടാനുകോടി കോടി രൂപയാണ് വന്ന് ആ മേഖലയിലേക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സർവ്വ മേഖലകളിൽ നിന്ന് കോടാനുകൂടി. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സേവനം. എത്രത്തോളം സേവനങ്ങള് ഗംഭീരമായിട്ട് നടത്തുന്നില്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിന്റെയൊക്കെ ഒരു പകുതി പൈസ എടുത്ത് ഇങ്ങനെ സേവനം ചെയ്യുന്ന, സമൂഹത്തിൽ സേവനം ചെയ്യാറിറങ്ങുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും കൂടെ പൈസ എടുത്തുകൊണ്ടിറങ്ങി സേവനം ചെയ്യുന്ന ഈ രാഷ്ട്രത്തിന്റെ മുഖ്യ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സഹഭാരതിയുടെ ചടയമംഗലം യൂണിറ്റ് നിങ്ങളെ ഏൽപ്പിക്കണം. കരുത്തോടു കൂടിയായിരിക്കും. ഇത് കല്ലുവലയത്തെ പൂക്കോട്ടയും അക്കോണത്തെയും പ്രവർത്തകരോ അമ്മമാരോ സഹോദരിമാരോ കേൾക്കാൻ ഇതൊരു ആഹ്വാനമായിക്കൊണ്ട് ഇത് നിത്യ പ്രവർത്തനം. സുനാമി വന്നപ്പോൾ ഇവിടുത്തെ കരുത്തരായ കൊച്ചുകൂട്ടരെ പോലുള്ള ആൾക്കാർ ഞാനും കൂടെ നിന്നു. ചടയമംഗലത്ത് നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് ആ സെന്ററിൽ എത്തിക്കാൻ സാധിച്ചത്. സേവാഭാരതി വിളിച്ചു പറയുകയാണെന്തോ, ഞങ്ങൾക്ക് സാരി വേണ്ട, ഞങ്ങൾക്ക് കൈലി വേണ്ട, മാക്സി വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ അമ്മമാർ സഹോദരിമാർക്ക് വേണമെന്ന വസ്ത്രങ്ങൾ ഇന്നതൊക്കെ വേണം, അടിയന്തരമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം, സോപ്പ്, ചീപ്പ്, കണ്ണാടി, ആഹാരം എന്ന് പറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഈ സാധനങ്ങൾ വേണമെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അവിടെ ഇല്ലാത്ത ചില ആവശ്യങ്ങൾ വിളിച്ചു പറയുന്ന കളക്ടർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞത് ഇതിന്റെ സംഘാടകരെ നിമിഷ നേരം കൊണ്ട് പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോ 2 വണ്ടി നിറയും ആ സുനാമി ക്യാമ്പുകളിൽ അത് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുന്നത് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇവിടുന്ന് തന്നെ ഈ കോവിഡ് വന്നപ്പോൾ കുരിയോട്, പൂങ്കോട്, ഇടയ്ക്കോട് പോലുള്ള പ്രദേശങ്ങൾ വിട്ടുപോയി അക്കോണം പോലുള്ള പ്രദേശങ്ങൾ മാതൃകയോടുകൂടി ചെയ്യുന്ന രീതി ഭക്ഷണം പോലും എത്തിച്ചുകൊണ്ട്, ഡ്രസ് എത്തിച്ചുകൊണ്ട്, മരുന്ന് എത്തിച്ചുകൊണ്ട്, കിടക്ക എത്തിച്ചുകൊണ്ട്, ഈ പോലീസിന്റെ നിരോധനാജ്ഞയെ ധിഖരിച്ചുകൊണ്ട് ഈ സേവാഭാരതിയുടെ പ്രവർത്തനം തടസ്സം ഉണ്ടാക്കാൻ ചില നേതാക്കന്മാർ ശ്രമിച്ചിട്ടു അതിനെ തടയിട്ടുകൊണ്ട് ഈ മഹാപ്രസ്ഥാനം സേവനം ചെയ്തു. അമ്മമാരെ അതുകൊണ്ട് ഈ സേവാ പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ ദീർഘമായി ഇതിന്റെ സംഘാടനം എന്നുള്ള ലെവലില് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാര്യങ്ങൾ. എന്നാലും ഇങ്ങനെ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സമാജത്തിലുള്ള ആൾക്കാരെ സേവ ചെയ്യാൻ നമ്മളെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാ ചെയ്യുന്ന രാജീവ് സാറിനെ പോലുള്ള
മഹത്തരമായ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ ലക്ഷ്യങ്ങളും അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെ പോലുള്ള ആൾക്കാർക്ക് ജഗദീശ്വരന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും ഭാരതാംബയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത് മാതാ. അടുത്തത് ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ വിതരണമാണ്. അതിന് ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ, അദ്ദേഹം സേവാഭാരതിയുടെ ജില്ലാ സമിതി അംഗമാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം കൈപ്പറ്റുന്നതിന് വേണ്ടി ശ്രീ സേതുവിനെയും ക്ഷണിച്ചുള്ളൂ. ജീവൻ രക്ഷാ ഉപകരണമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ സേവനം ഇന്നു മുതൽ സേവാഭാരതി ചടയമംഗലം യൂണിറ്റിന്റെ ആശ്രയ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാണ്. സേവനം തികച്ചും സൗജന്യമായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ആർ ജയകൃഷ്ണൻ സാറ്, സ്വാഗതം ആശംസിച്ച ശ്രീ ആർ എസ് ജയലാല്, ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ദയാനന്ദ സരസ്വതി, സേവാ സന്ദേശം നൽകിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ സാറ്, ആയാം പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ ആയാമിന്റെ പ്രവർത്തനത്തിനായി ശ്രീ ഡി രഞ്ജിത്ത്, സാമാജിക പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത കെ ശിവദാസൻ സാറ്, ആരോഗ്യം ശ്രീ മോഹൻ നായർ, ദേശീയ സേവാഭാരതി കൊല്ലം ജില്ലാ രക്ഷാധികാരി, സേവാ സമർപ്പണം സ്വീകരിച്ച ശ്രീ ജി അനിൽകുമാർ, സാമാജിക പ്രവർത്തനം നൽകിയ ശ്രീ കെ ശിവദാസ് സാറ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, സേവാഭാരതി കാര്യകർത്താക്കളെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മനുഷ്യ സേവനത്തിലൂടെ ഈശ്വര സേവയിലേക്ക് എത്തുന്നതെന്ന് അടിസ്ഥാനമാക്കി പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സേവാഭാരതി. അങ്ങനെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ സംഘടന ഇന്നിവിടെ അതിന്റെ ആശ്രയ കേന്ദ്രത്തിന്റെയും ആയാം പ്രവർത്തനങ്ങളുടെയും ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഭാരതത്തെ സേവിക്കുക, ഭാരതാംബയെ സേവിക്കുക, ഭാരതത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സേവിക്കുക എന്നുള്ളതാണ് ഭാരത മാതാവിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഭാരതാംബയെ സേവിച്ച് 100 വർഷം തികയുമ്പോൾ ചെയ്തതെല്ലാം ആഘോഷിക്കാനുള്ള അല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ സംഘത്തിന്റെ കാഴ്ചപ്പാടുകളും സമകാലീന വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനവും നാം കാഴ്ചവെച്ചേ മതിയാവും. സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തില് പ്രശ്നങ്ങളുടെ വ്യാപ്തിയും രൂപവും ഭാവവും ഒക്കെ മാറി മാറി വരും. നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്തിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സേവാഭാരതി കാര്യകർത്താക്കൾ എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യം. അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പരിഹാരം കണ്ടെത്താൻ സേവാഭാരതി കാര്യകർത്താക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കുന്നു. മനുഷ്യരാശിക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. കൃത്രിമമായി ഓക്സിജൻ നൽകാൻ നമ്മുടെ പക്കലുള്ള ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കഴിയട്ടെ. അത് ഈ ചടയമംഗലം പഞ്ചായത്തിലുള്ള കിടപ്പ് രോഗികളായ നിരവധി പേർക്ക് ജീവൻ നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. അതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ശ്രീ ഇടയ്ക്കോട് ഉണ്ണികൃഷ്ണൻ അവരെ ക്ഷണിച്ചുള്ളൂ.
ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജയകൃഷ്ണൻ ചേട്ടൻ, ഈ ഈശ്വര പ്രാർത്ഥന ഇവിടെ ചൊല്ലിയ അനാമിക, അനന്യ, സ്വാഗതം പറഞ്ഞ SRSJL ഉദ്ഘാടനം നിർവഹിച്ച ബ്രഹ്മശ്രീ ദയാനന്ദ സരസ്വതി സ്വാമികൾ, സേവാ സന്ദേശം നൽകിയ ശ്രീ DG വിജയൻ, സഭാപ്രവർത്തന ഉദ്ഘാടനം നടത്തിയ ശ്രീ P ഉണ്ണികൃഷ്ണൻ, സാമാജിക പ്രവർത്തന പ്രമുഖർ ഇന്ത്യയിൽ ഇരിക്കുന്ന സ്വയം സേവകരെ, അമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മള് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം സാധാരണ നമ്മള് സേവനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അത് നടത്തണമെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നാണ്. ചിലപ്പോൾ വഴിയരികിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും വീടുകളിൽ നിന്നായിരിക്കാം. ഇന്ന് നമുക്ക് അതിനായി ഒരു ആശ്രയ കേന്ദ്രം, നമുക്ക് കുറച്ച് സ്വയം സേവകർ മുന്നിട്ട് വന്ന് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ആശ്രയ കേന്ദ്രം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ, അത് നടപ്പിലാക്കാൻ, എങ്ങനെ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശ്രയ കേന്ദ്രം ഇന്ന് നമുക്കുണ്ടായി. ഈ ആശ്രയ എന്താ ചോദിക്കും, ഈ ആശ്രയ കേന്ദ്രം വരുന്നതിന് മുമ്പ് നമുക്ക് സേവന പ്രവർത്തനങ്ങൾ നടന്നില്ലേ? അത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുനാമി വരുന്ന സമയത്ത് നമ്മൾ ഈ ചടയമംഗലം പഞ്ചായത്തിൽ മൊത്തവും ഏതൊക്കെ മേഖലകളിൽ ശാഖയുണ്ടോ ആ ശാഖ കേന്ദ്രീകരിച്ച് സ്വയം സേവകര് ഭക്ഷണ കിറ്റായാലും വേണ്ടുന്ന സാധനങ്ങൾ അവിടെ അനിച്ചേട്ടൻ പറഞ്ഞാണെങ്കിൽ വേണ്ടുന്ന സാധനങ്ങൾ എന്താണോ അവിടുന്ന് ആവശ്യപ്പെടുന്നത് അത് ആ രീതിക്ക് നമുക്ക് ക്യാമ്പുകളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കോവിഡ് സമയത്ത്, കോവിഡ് നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇലക്ഷൻ കഴിയുന്നത്. വാർഡ് മെമ്പറായിട്ട് ഞാൻ മാടനടയിൽ വരുന്നത്. ആ മാടനടയിൽ വരുന്ന സമയത്ത് മാടനട വാർഡിലുള്ള സ്വയം സേവകർ വളരെ കാര്യമായി പ്രയത്നിച്ചതിന്റെ പേരിലാണ് കോവിഡ് വന്ന എല്ലാ വീടുകളിലും നമ്മൾ ഭക്ഷണ കിറ്റ്, വേണ്ടുന്ന സഹായങ്ങൾ അവിടെ എന്താണോ വേണ്ടുന്നത് അത് എത്തിക്കാൻ പറ്റിയതുമെല്ലാം നമുക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ ഈ ആശ്രയ കേന്ദ്രം ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളാണ്. പക്ഷെ ഈ ഒരു ആശ്രയ കേന്ദ്രം ഇവിടെ വരുന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിൽ മുന്നോട്ട് നീങ്ങണം. ഇനിയും ഇതിൽ കൂടുതൽ ഈ ഒരു കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ചടങ്ങുകൾ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഈ പറഞ്ഞ ആശ്രയ കേന്ദ്രത്തിന്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ള ശ്രീമതി സ്നേഹ ഹരി ആ കേന്ദ്രത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ആ താക്കോൽ നൽകുന്നതിന് വേണ്ടി ശിവദാസിനെ അന്വേഷിച്ചു.
പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ അറിയിപ്പുള്ള നമ്മുടെ അയോധ്യ ക്ഷേത്രവും ജന്മഭൂമിയായി സംയുക്തമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്താരാഷ്ട്ര സെമിനാർ കേരളത്തിൽ നടക്കുന്നുണ്ട്. 2 സ്ഥലത്ത് വെച്ച കേരളത്തിൽ 2 സ്ഥലത്ത്, ഒന്ന് തൃപ്രയാർ, അത് കഴിഞ്ഞിട്ട് ജടായു മംഗലത്താണ്. നമ്മൾ ആലോചിക്കണം, അന്താരാഷ്ട്ര സെമിനാറാണ്. വലിയ നിലവാരത്തിൽ അയോധ്യ ക്ഷേത്ര ഭാരവാഹികൾ വന്ന് അയോധ്യ ക്ഷേത്രവുമായി ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട്, അതിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് അത്ര കഴിവില്ല. അതുമായി ബന്ധപ്പെട്ട് നവംബർ മാസം 15-ാം തീയതിയാണ് അന്താരാഷ്ട്ര സെമിനാർ കേരളത്തിൽ 2 സ്ഥലത്ത്. ജന്മഭൂമി പത്രമാണ് കൂടെ നിന്ന് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശമൊക്കെ തരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആലോചന യോഗം നമ്മൾ മറ്റന്നാള് വൈകുന്നേരം 5:30 മണിക്ക് നമ്മളെ ചടയമംഗലത്ത് അതിന് വേണ്ടപ്പെട്ടവർ വരും. 5:30 മണിയാകുമ്പോൾ കുടുംബത്തിൽപ്പെട്ട മുതിർന്നവരെല്ലാം കാണും. ഈ ഇരിക്കുന്നതിൽപ്പെട്ട ഓരോരുത്തരുടെ പേര് എടുത്ത് പറയാം, നിങ്ങളും വരണം. നമ്മളാണ് അതിന്റെ സംഘാടകർ. അത് വിജയിപ്പിക്കുക. നിലവാരമുള്ള ഒരു 250ഓളം വിശിഷ്ട ആൾക്കാരുടെ മുന്നിൽ അയോധ്യ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലുള്ളത്, ഇപ്പോൾ നടക്കുന്നത്, ഇനി നടത്താൻ പോകുന്നത്, ഇവിടെ നിന്ന് നമ്മളെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ചെയ്ത് തരാനുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ സെമിനാറിലൂടെ അവിടെ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ ഈ മഹത്തരമായ കാര്യത്തിന് നമുക്കാണ് അവസരം കിട്ടിയിരിക്കുന്നത്. തൃപ്രയാർ അറിയാലോ, ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തും പിന്നെ ഈ കോദണ്ഡരാമന്റെ മഹാക്ഷേത്രം നിലനിൽക്കുന്ന ഇവിടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ സംഘടനയുടെ ദേശീയ നേതൃത്വം എടുത്തേക്കുന്ന തീരുമാനം അനുസരിച്ച് 2 പോയിന്റ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഭാഗ്യമാണ്. നമ്മൾ അതിനോട് ചേർന്ന് നിന്നത് വിജയിപ്പിക്കുവാൻ വേണ്ടി. ഗംഭീര വിജയമായിരിക്കുമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പൊ അത് നമ്മളെ ഭാരവാഹികൾ, ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും അതിനോട് മറ്റന്നാൾ വൈകുന്നേരം 5:30 മണിക്ക് നമ്മളെ പാർട്ടി ഓഫീസിൽ വെച്ച് അതിന്റെ സംഘാടകരായിട്ട് ബന്ധപ്പെട്ട സെന്ററിൽ വെച്ചാണ് കൂടാൻ തൽക്കാലത്ത് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട പ്രാന്തീയ തലത്തിലുള്ള കാര്യകർത്താക്കൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു, ചർച്ച ചെയ്തിട്ട് പോയി. അപ്പോൾ മറ്റന്നാ എത്തണം കൃത്യമായി. അമ്മമാരെയൊക്കെ പിന്നെ നമുക്ക് അറിയിക്കാം. നമ്മളെ ആൾക്കാരെല്ലാവരും പറയണം, ഇതിരിക്കുന്ന എല്ലാ ആൾക്കാരും മറ്റന്നാളത്തെ മീറ്റിംഗ് എത്തണമെന്ന് ഒരു അറിയിപ്പ് വരും. ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ പ്രദീപ് പണയലിനെ ക്ഷണിച്ചുള്ളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ, ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുക എന്ന എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ചടയമംഗലം സേവാഭാരതി പഞ്ചായത്ത് സമിതി യൂണിറ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുമായിട്ടും പറയാനുള്ള ഒറ്റ കാര്യമാണ്, സേവാഭാരതി ചടയമംഗലം യൂണിറ്റ് അതിന്റെ മാതൃസംഘടനയായ ദേശീയ സഭാഭാരതിയുടെ നിലവിലെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതും നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഒരു സാമ്പത്തിക സുതാര്യതയും ഉറപ്പുവരുന്നു. സാമ്പത്തിക സുതാര്യത എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന ഓരോ രൂപയും നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്, നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ്. ആ അധ്വാനത്തിന്റെ പ്രതിഫലത്തിൽ നിന്ന് നമുക്ക് 1 രൂപ തന്നാൽ ആ 1 രൂപയുടെ കണക്ക്, അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു, അത് എവിടെ ചെലവഴിച്ചു എന്നുള്ള വ്യക്തമായ ഒരു ചോദ്യം നിങ്ങൾക്ക് വരുന്നാൽ അതിന്റെ വ്യക്തമായ ഉത്തരം ചടയമംഗലം സേവാഭാരതി യൂണിറ്റിന്റെ ഭാരവാഹികൾക്ക് ഉണ്ടായിരിക്കും. ആ ഒരു സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ കാര്യപരിപാടികളുടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ കുഞ്ഞുമക്കളായ അനാമിക, അനനിയ എന്നിവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ R.S. ജയലാൽ അവർക്കും, നമ്മുടെ സെക്രട്ടറിയാണ്, നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ജയകൃഷ്ണൻ സാർ, ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മശ്രീ ദയാനന്ദ സരസ്വതി പൂജനീയ സ്വാമികൾ, സേവാ സന്ദേശം നൽകിയ ജയൻ ചേട്ടൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ രഞ്ജിത്ത്, മറ്റ് നമ്മുടെ നായേഴ്സ് ഹോസ്പിറ്റലിന്റെ ശ്രീ P. മോഹനൻ നായർ അവർ, നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ പ്രവർത്തന പരിചയം കൊണ്ട് വ്യക്തമായ നിർദ്ദേശങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുകളും നൽകി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി ശ്രീ G. അനിൽകുമാർ, ചടയമംഗലത്തിന്റെ ഏത് പൊതുപരിപാടി എടുത്താലും ഒരു കാരണവർ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ശിവദാസൻ ചേട്ടൻ, സേവാഭാരതിയുടെ ജില്ലാ സമിതി അംഗം ശ്രീ അനിൽ ചേട്ടൻ, ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും, അതിലുപരി ഈ ദീപാവലി ദിവസം വിളക്ക് കത്തിക്കാൻ സമയമായി, അതൊക്കെ ഒരു സൈഡിലോട്ടൊന്ന് മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാർക്കും നമ്മുടെ സഹോദരിമാർക്കും മക്കൾക്കും മറ്റെല്ലാ വിശിഷ്ടാതികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സദസ്സിലിരിക്കുന്ന നമ്മുടെ പ്രവർത്തകർമാർക്കും സംഘബന്ധുക്കൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്തേ. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതാൻ മറക്കരുത്.